കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഭൂമികൾ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുന്നതിൽ നഗരസഭാ ഭരണ നേതൃത്വത്തിന് വൻ വീഴ്ചയുണ്ടായതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ആരോപിച്ചു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ LDF ഭരണ നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊറ്റുകുളങ്ങരയിൽ നഗരസഭ നിർമ്മിച്ച് ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഏറിയ പങ്കും നാഷണൽ ഹൈവേ വികസനത്തിനായി പൊളിച്ചു മാറ്റുകയുണ്ടായി. ആ കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുത്തിട്ടില്ല. ചിറക്കടവത്ത് തച്ചടി പ്രഭാകരൻ സ്മാരക ടൗൺ ഹാൾ പണിയാൻ നഗരസഭ പൊന്നും വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് 3 വർഷത്തിനു മുമ്പ് നിർമ്മിച്ച ഗേറ്റും മതിലും വസ്തുവും ഹൈവേ വികസനത്തിനായി ഏറ്റെടുത്തു. പൊളിച്ചു മാറ്റുകയുണ്ടായി. ആയതിനും നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല. കായംകുളം നഗരസഭയുടെ വകയായ പല പ്രദേശങ്ങളും നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഏറ്റെടുത്ത വകയിൽ 1 രൂപ പോലും നഷ്ടപരിഹാരമായി മേടിക്കുന്നതിൽ നഗരസഭാ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. കൊറ്റുകുളങ്ങരയിൽ ഉണ്ടായിരുന്ന ആയുർവേദാശുപത്രി കെട്ടിടത്തിൻ്റെ 70% പൊളിച്ചു മാറ്റപ്പെട്ടു. ഏതാണ്ട് 65 ലക്ഷത്തോളം രൂപ നഗരസഭയ്ക്ക് നഷ്ടമാണ്. ആ രൂപയെ സംബന്ധിച്ച് പോലും ഒരു ചർച്ചയില്ല. പ്രിയങ്കരനായിരുന്ന നമ്മുടെ മുൻ MLA ശ്രീ തച്ചടി പ്രഭാകരൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായ ഒരു ഓഡിറ്റോറിയം പണിയുന്നതിന് വേണ്ടി ചിറക്കടവത്ത് പൊന്നും വിലയ്ക്ക് നഗരസഭ ഏറ്റെടുത്ത സ്ഥലം, ആ സ്ഥലത്തിൻ്റെ മുൻവശത്ത് 2 കൊല്ലത്തിന് മുൻപ് 6 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗേറ്റും മതിലും ഉൾപ്പെടെ അവിടുത്തെ സ്ഥലങ്ങളും നാഷണൽ ഹൈവേയുടെ വികസനത്തിന് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ അക്വയർ ചെയ്ത് കൊണ്ടുപോയി. കല്ലുമൂട് ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന 4 കടമുറികൾ പൊളിച്ചു മാറ്റിയതിനും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇതിനെല്ലാം ഉപരി കൃഷ്ണപുരം അതിർത്തിച്ചിറ കൃഷ്ണപുരം വില്ലേജ് BTR പ്രകാരം നഗരസഭ പുറമ്പോക്ക് ഭൂമിയാണ്. നഗരസഭാ ചട്ടപ്രകാരം നഗരസഭ അതിർത്തിയിലുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമി നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ കെട്ടിടം നിർമ്മിക്കാൻ മാത്രമാണ് സാംസ്കാരിക വകുപ്പിന് വിട്ടുകൊടുത്തത്. ഭൂമിയുടെ അവകാശം നഗരസഭയ്ക്ക് ആയതിനാൽ ഏതാണ്ട് 2 ഏക്കറോളം ഭൂമിയാണ് ഹൈവേ വികസനത്തിനായി ഏറ്റെടുത്തത്. ഇതിന്റെ നഷ്ടപരിഹാര തുക വാങ്ങിയിട്ടില്ല. ഇങ്ങനെ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ LDF ഭരണ നേതൃത്വം ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ചു പോകണമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.